തമിഴിൽ ഒട്ടും പഞ്ഞമില്ലാത്ത ഒന്നാണ് ത്രില്ലർ സിനിമകൾ. ബാക്കിയുള്ള ഇൻഡസ്ട്രികൾ സക്സസ് ആക്കാൻ ഏറ്റവും കഷ്ടപ്പെടുന്നതും ത്രില്ലർ സിനിമകളെയാണ്. ഈ വീഡിയോയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട 5 തമിഴ് ത്രില്ലറുകളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ള സിനിമകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പോപ്പുലറായ സിനിമകൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഈ ലിസ്റ്റിലെ 5ാമത്തെ സിനിമ ഇന്ത്യയിലെ തന്നെ മികച്ച ത്രില്ലറുകളിൽ ഒന്നാണ്. ഒന്നാമത്തെ സിനിമ മിഷ്കിന്റെ ഓനായും ആട്ടിൻകുട്ടിയും. വളരെ ഡിഫറന്റ് ആയിട്ട് കഥ പറയുന്ന ഒരു ത്രില്ലറാണിത്. മിഷ്കിന്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും പുള്ളിയുടെ മേക്കിംഗ് ഓരോ പടത്തിലും ഡിഫറന്റ് ആണ്. പോലീസ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിക്ക് ഒരു മെഡിക്കൽ സ്റ്റുഡന്റിന്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നു. തുടർന്ന് അങ്ങോട്ട് ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയുടെ കഥ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സും ഈ പടത്തിലുണ്ട്. അതുപോലെ തന്നെ മിഷ്കിന്റെ ഒരു ഗംഭീര പെർഫോമൻസും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. രണ്ടാമത്തെ സിനിമ കുറ്റം 23. ഇതൊരു മെഡിക്കൽ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. മെഡിക്കൽ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രൈം ത്രില്ലറുകൾ പല ഭാഷകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സിനിമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അരുൺ വിജയ് ആണ് നായകൻ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പടത്തിലുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ച് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ സിനിമ ധ്രുവങ്ങൾ 16. ഈ സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒരു തരത്തിലും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഈ സിനിമയുടെ വിജയം. ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ തന്റെ അടുത്ത് വരുന്ന ഒരു ജോബ് ആസ്പിറന്റിനോട് തന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു കേസിന്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് സിനിമയുടെ തീം. വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അതിന്റെ കൂടെ ഒരു അടിപൊളി എൻഡിങ്. റഹ്മാനാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. നാലാമത്തെ സിനിമ മാനഗരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോകേഷ് കനകരാജിന്റെ ആദ്യത്തെ സിനിമയാണത്. പല സ്ഥലങ്ങളിൽ നടക്കുന്ന പല സംഭവങ്ങൾ, പല കഥാപാത്രങ്ങൾ. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ ഇതെല്ലാം ലിങ്ക്ഡ് ആകും. ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് മാനഗരം. വളരെ ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന സ്ക്രിപ്റ്റ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിൽ പോസിറ്റീവ്. എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ അവസാനം കണക്ട് ചെയ്യുന്ന രീതിയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ സിനിമ തമിഴിലെ തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് സിനിമകളിൽ ഒന്നാണ് മായവൻ. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ സിനിമയുടേത്. ഒരു പോലീസ് ഓഫീസർ ഒരു മർഡർ സീൻ വിറ്റ്നസ് ചെയ്യുന്നു. അയാളുടെ കൈകൊണ്ട് ആ കുറ്റവാളി കൊല്ലപ്പെടുന്നു. പക്ഷേ വീണ്ടും അതേ എക്സാക്ട് പാറ്റേണിൽ ക്രൈംസ് അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ പുറകെയുള്ള പോലീസുകാരന്റെ അന്വേഷണമാണ് സിനിമയുടെ കഥ. കേൾക്കുമ്പോൾ ഒരു നോർമൽ ക്രൈം സ്റ്റോറി ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ സിനിമ ഒരു സയൻസ് ഫിക്ഷൻ സ്റ്റോറിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തീമിലാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമയാണിത്. സോ ഈ 5 സിനിമകളാണ് നമ്മുടെ ഈ ലിസ്റ്റിലുള്ളത്. ഇനിയും ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് പേര് അറിയാത്ത ഒരുപാട് മികച്ച ത്രില്ലർ സിനിമകൾ തമിഴിലുണ്ട്. തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ആ സിനിമയും പരിചയപ്പെടാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്